തീരദേശ മേഖലയിലുള്ളവരെ പുനരധിവസിപ്പിക്കാനുള്ള പുനർഗേഹം പദ്ധതിക്ക് കൂടുതൽ തുക അനുവദിക്കണമെന്ന് കോഴിക്കോട്ടെ തീരദേശവാസികൾ. കടൽക്ഷോഭം രൂക്ഷമായതോടെ വീടുകളിലേക്ക് തിരമാലകൾ അടിച്ചു കയറുന്നതിനാൽ സുരക്ഷിതമല്ലാത്ത ജീവിതമാണ് ഇവർ നയിക്കുന്നത്. കടൽഭിത്തി നിർമ്മിക്കാത്തതും ജീവിതം പ്രതിസന്ധിയിലേക്കാക്കുന്നു. കടൽക്ഷോഭം രൂക്ഷമായതോടെ ഭയത്തോടെയാണ് കോഴിക്കോട് കോന്നാട് ബീച്ചിലെ ജനങ്ങൾ ജീവിതം തള്ളി നീക്കുന്നത്. സുരക്ഷിതമായ ജീവിതം നയിക്കാൻ കടൽഭിത്തി നിർമ്മിച്ചു തരണമെന്ന ഇവരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അപകടം സംഭവിക്കുമ്പോൾ മാത്രം ആശ്വാസവാക്കുകളുമായി വരുന്ന ഭരണകർത്താക്കൾ ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണുന്നില്ല. ഒരാൾ വെന്നോക്കാനില്ല, നിങ്ങൾ വെന്നേ വലിയൊരു സഹായം അത്ര തന്നെ ഉള്ളും പറയാൻ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഇതിനെക്കാട്ടി കഷ്ടപ്പെട്ട ആൾക്കാർ ഒരുപാട് നിൽക്കുന്നുണ്ട്. ഡെയിലി ഇവിടെ എല്ലാ കൊല്ലവും ഇതേപോലെ തന്നെ വെള്ളം കയറുന്നു, അവർ വന്ന് നോക്കുന്നു പോകുന്നു. എന്താ ചെയ്യേണ്ടതെന്നുള്ള ഈ ജനങ്ങളായിട്ടൊന്ന് സമ്പാദിച്ചിട്ട് ചെയ്യുന്നില്ല അവർ. അതിനൊരു മാർഗ്ഗം വേണ്ടി, അല്ലാതെ ഇവിടെ വന്ന് നോക്കി പോകാൻ ഇപ്പോൾ എല്ലാവർക്കും പറ്റും. ഇതിനെന്താ ഒരു പരിഹാരം ചെയ്യേണ്ടത് വെച്ചാൽ അതാ ചെയ്യേണ്ടത്. എനിക്കത് ആ വന്ന് അസർപ്പേ അതന്നെ പിന്നെ ഒരുങ്ങട്ടില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിരിച്ചും കൊണ്ട് തരാമെന്നല്ലാതെ അതിനൊരു പരിഹാരം കാണുന്നില്ല. തീരദേശ മേഖലയിലുള്ളവരെ പുനരധിവസിപ്പിക്കുന്ന പുനർഗേഹം പദ്ധതിക്ക് 10 ലക്ഷം രൂപ മാത്രമാണ് സർക്കാർ നൽകുന്നത്. എന്നാൽ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ 10 ലക്ഷത്തിന് വീടും സ്ഥലവും ലഭിക്കില്ലെന്ന് ഇവർ പറയുന്നു. ഈ 10 ലക്ഷത്തിൻ്റെ ഇതിൽ ഞങ്ങൾ ഒരുപാട് 2-3 കൊല്ലമായി ഞാൻ വീട് അന്വേഷിക്കുന്നത്. ഈ 2-3 കൊല്ലം ആയിട്ടും വീടിൻ്റെ പൈസ ആയിട്ടും നമുക്ക് വീട് വരെ പറഞ്ഞ റൂൾസിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു 10 ലക്ഷം എന്നുള്ളത് ഒരു 15-20 ആക്കണമെങ്കിൽ നമുക്ക് പിന്നെ കുറച്ചും കൂടി ഒന്ന് ചെയ്യാൻ പറ്റും. ഇത്രയും പെട്ടെന്ന് നല്ല ശാശ്വതമായ ഭിത്തി അല്ലെങ്കിൽ ഇവർ പറഞ്ഞ പോലെ 25 ലക്ഷമോ അതിൽ കൂടുതലോ കൊടുത്ത് നമുക്കിപ്പോൾ എന്തായാലും കോർപ്പറേഷനിലോ എല്ലാവരും തീരത്തെ കടലിൽ പോയി ജീവിക്കുന്നവരാ. അപ്പോൾ അവർക്ക് വേണ്ടത് കടലിൽ തീരത്ത് തന്നെയല്ലേ താമസിക്കേണ്ടത്. അപ്പോൾ അവർക്ക് ശാശ്വതമായ സ്ഥലം കണ്ടെത്തി കൊടുക്കുക, അതൊക്കെ നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. വർഷങ്ങളായി ഒരേ ആവലാതികൾ പറഞ്ഞിട്ടും അത് പരിഹരിക്കപ്പെടാത്തതിൽ നിരാശരാണിവർ. ഈ ദുരിതത്തിൽ നിന്നും സർക്കാർ എപ്പോൾ തങ്ങളെ കൈപിടിച്ചുയർത്തുമെന്ന ഇവരുടെ ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു. ജനം, കോഴിക്കോട്.